തഹസിൽദാരെല്ലാം നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറിഗേഷൻ വകുപ്പ് വെള്ളത്തിന് ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളം പിന്നെ പോകാനുള്ളൊരു ഒഴുക്കിലാലോ അല്ല അതിനുള്ള ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. പെയ്തിറങ്ങുന്ന ചെറിയൊരു മഴ പോലും പ്രയാസം സൃഷ്ടിക്കുന്ന അവസ്ഥ ചെറുതല്ല. ഇരിട്ടി പേരാവൂർ റോഡിലെ ബ്ലോക്ക് ഓഫീസിന് വശങ്ങളിലെ കടകളിലും സ്ഥാപനങ്ങളിലും ഒരു മഴ പെയ്യുമ്പോഴേക്കും വെള്ളം കയറുന്ന അവസ്ഥയിലാണുള്ളത്. നിരന്തരം കഴിഞ്ഞ വർഷങ്ങളിലടക്കം ഇത് ഒരു നേർക്കാഴ്ചയായി നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ചെളിക്കുണ്ടായി മാറിയിരിക്കുകയാണ് ബ്ലോക്ക് ഓഫീസ് പരിസരത്തെ പല സ്ഥാപനങ്ങളും. ഈ ഒരു അവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ, കണ്ണു തുറക്കാതിരിക്കുമ്പോൾ ഇനി എന്താവും കാലവർഷം കടുക്കുമ്പോൾ അവസ്ഥ എന്നുള്ളതാണ് ഇവിടെയുള്ളവർ ചോദിക്കുന്നത്. കാലവർഷം കനത്തു പെയ്യാൻ തുടങ്ങുമ്പോഴും ഇരിട്ടി പേരാവൂർ റൂട്ടിലെ ബ്ലോക്ക് ഓഫീസിന് മുന്നിലെ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു മഴ പെയ്താൽ പോലും പയഞ്ചേരി മുക്കിൽ നിന്നും മറ്റും ഒഴുകിയെത്തുന്ന മഴവെള്ളം ബ്ലോക്ക് ഓഫീസിന് മുന്നിലെ ഡ്രൈനേജിൽ നിറഞ്ഞ് പുറത്തേക്ക് വ്യാപിച്ച് ബ്ലോക്ക് ഓഫീസിലും പരിസരത്തും എത്തുന്നവർക്ക് വലിയ പ്രതിസന്ധി തീർക്കുകയാണ്. ഇതുമൂലം ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റും വലിയ വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ഓഫീസിന്റെ പരിസരത്ത് ഇന്നലെ ചെറിയൊരു മഴ പെയ്തു, ചെറിയ രീതിയിലാണ് മഴ പെയ്തത്. അപ്പോഴത്തേനും മൊത്തം വെള്ളം കയറി. ഇന്നിപ്പോൾ ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചെളി നിറഞ്ഞിട്ടാണ്. ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? ഇത് പിന്നെ എല്ലാ കാലവർഷം എല്ലാം പിന്നെ ഇതേ സംഭവം തന്നെ എന്നുള്ളത്. വെള്ളം പിന്നെ പോകാനുള്ളൊരു ഒഴുക്കിലാലോ അല്ല അതിനുള്ള ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു 2018 മൊത്തത്തിൽ വെള്ളം കയറിയിട്ട് പിന്നെ അടുത്തുള്ള കടകളും എല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്താണ് ബ്ലോക്ക് ഓഫീസ് തറ കുറച്ച് പൊന്തിച്ച്, അപ്പോൾ ബ്ലോക്ക് ഓഫീസിന് മുറ്റത്തേക്ക് വരാത്ത രീതിയിൽ വെള്ളം മറ്റുള്ള ഇതിലേക്ക് പോകുന്നു. ഇപ്പോൾ മറ്റ് സ്ഥാപനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അടുത്തുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കടകളിലേക്ക് വെള്ളം കയറുന്നതും വെള്ളം താഴ്ന്നാൽ ചെളി കെട്ടി നിന്ന് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാകുന്നതും മറ്റും ഇവിടെ നിത്യസംഭവമാണ്. ശക്തമായ ഒരു മഴ പെയ്താൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് വരെ വെള്ളക്കെട്ടിൽ അകപ്പെടാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലും സ്ഥിതി ഇതുതന്നെ. ചെളി കെട്ടി നിന്നുണ്ടാകുന്ന ദുർഗന്ധവും വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ് പുനർനവീകരിച്ചപ്പോൾ ഉയർന്ന നിരപ്പിലായതും സമീപത്തെ സിവിൽ സ്റ്റേഷൻ നിലവിൽ വന്നതോടെയും താഴ്ന്ന പ്രദേശമായ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ അടിയന്തരമായി നടത്തേണ്ട പരിഹാരങ്ങളെക്കുറിച്ച് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഇരിട്ടിയിലെത്തിയപ്പോൾ ബ്ലോക്ക് ഭരണസമിതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തോടാണ് ഈ കാണുന്നത്. ഈ ഒരു തോട് കഴിഞ്ഞ ദിവസം നീരാളം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ എത്തിയപ്പോൾ സന്ദർശിക്കുകയും ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി വേണ്ടുന്ന ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ജില്ലാ കലക്ടർക്കടക്കം വീണ്ടും നിവേദനം സമർപ്പിക്കും എന്നും കാലങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായ ഇടപെടലുകൾ നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുമേഷ് പ്രൈം വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. എല്ലാ വർഷങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് ചെറിയൊരു മഴ പെയ്താൽ പോലും അത് വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇരിട്ടിയിൽ കുറച്ചു നേരം മഴ പെയ്തതേ ഉള്ളൂ. അപ്പോഴേക്കും ബ്ലോക്ക് ഓഫീസ് പരിസരത്തുള്ള സ്ഥാപനങ്ങളും കടകളും വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിരന്തരം ഇങ്ങനെ ഒരു അവസ്ഥയാകുമ്പോൾ എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി? മഴക്കാലം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനും സമീപ പ്രദേശത്തെ വ്യാപാരികൾക്കും ദുരിതകാലം. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെയെല്ലാം ഇപ്പോൾ റോഡിന്റെ നിർമ്മാണം, റോഡ് പൊങ്ങി, തൊട്ടടുത്ത് സിവിൽ സ്റ്റേഷൻ വന്നപ്പോൾ അതും പൊങ്ങി വന്നു. അപ്പോൾ താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളം കുത്തി ഒഴുകി വരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ താഴത്തെ നിലയും പ്രദേശങ്ങളും വെള്ളത്തിലാകുന്നു എന്നുള്ളതാണ് അടിസ്ഥാന വിഷയം. നമ്മുടെ സ്കൈ ഹോസ്പിറ്റലിന്റെ അപ്പുറത്തുള്ള കുന്നു മുതലുള്ള പൈഞ്ചേരി മുക്കിലുള്ള മുഴുവൻ വെള്ളവും മഴവെള്ളവും കുത്തിയൊഴിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. അത് ശാസ്ത്രീയമായി പുഴയിലേക്ക് വലിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതാണ് വിഷയം.
അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മളിപ്പോൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം തഹസിൽദാർ അതോടൊപ്പം തന്നെ ഇറിഗേഷൻ വകുപ്പ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നമ്മൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അവരുടെ ശ്രമത്തെ യോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇന്നിപ്പോൾ നമ്മുടെ PW ഓഫീസിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി PWയുടെ ഈ ചാന വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ ഒരു പ്രവൃത്തി നടന്നിരുന്നു. അതിനുശേഷമാണ് വീണ്ടും വെള്ളം കയറുന്നതും ഇവിടെ ഇങ്ങനെ ഒരു ചളിക്കൊത്തയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് തോന്നുന്നു? ഇന്നലെയാണ് തുടങ്ങിയത്. ഇന്നലെ രാവിലെ വരെ ഈ പ്രവർത്തനം നടന്നു വരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഈ ഓട വൃത്തിയാക്കൽ പൂർണ്ണമായിട്ടില്ല. അത് പൂർണ്ണമായാലും അടുത്തൊരു മഴ വരുമ്പോൾ ഇവിടെ വീണ്ടും ചളി ഫില്ല് ചെയ്യുന്നുള്ള സ്ഥിതി. അതുകൊണ്ട് അത് ആ പ്രവർത്തനം കൊണ്ട് പൂർണ്ണമായും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും നമുക്ക് പറയാൻ കഴിയില്ല. അടിസ്ഥാന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞത് വെള്ളം പുഴയിലേക്ക് പറ്റില്ല. നമ്മുടെ ഏരിയ ഓഫീസിൽ മുതൽ ഈ പുഴ വരെയുള്ള തോട് നിർമ്മിച്ച് വെള്ളം ഒന്ന് കുത്തി ഒഴിച്ച് നമുക്ക് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക മാത്രമാണ് വരുന്നത്. അപ്പോൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയും ജില്ലാ കളക്ടർ കൂട്ടി നമ്മളിവിടെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇനിയിപ്പോൾ ജില്ലാ കളക്ടർ തന്നെ കാണാൻ വരും എന്നതാണ് തോന്നുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ തഹസിൽദാരെല്ലാം നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറിഗേഷൻ വകുപ്പ് വേണ്ടത്ര ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. അപ്പോൾ തീർച്ചയായും കളക്ടറെ കണ്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. അധികൃതരുടെ അനാസ്ഥയാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിനാണ് തോന്നുന്നത്. അനാസ്ഥ എന്ന് പറയാനൊന്നും കഴിയില്ല. കാരണം ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ തോട് നിർമ്മാണം എന്നുള്ളതാണ് നമുക്കിതൊന്ന് പരിഹാരം. പുഴയിലേക്ക് വെള്ളം എത്തിച്ചേർന്നാൽ എന്തെങ്കിലും വെള്ളം കെട്ടി നിൽക്കും, ചളിയുടെ ഫില്ലാവും. നേരത്തെ പറഞ്ഞ ദുർഗന്ധവും മാലിന്യങ്ങളും വന്ന് നിറയും. ആ പ്രശ്നങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഇനി പുഴയിലേക്ക് വെള്ളം പതിക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ്. അത് തോട് നിർമ്മാണമാണ് അതിന് പരിഹാരം. അതിപ്പോൾ ഇറിഗേഷൻ വകുപ്പിന് ഫണ്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഒരു ന്യായം. പക്ഷേ തഹസിൽദാറും ഡെപ്യൂട്ടി കളക്ടറും ഇടപെട്ടിട്ടുണ്ട്. അവരൊരു തീരുമാനമാക്കിയതിന് മുൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വന്ന മുതലേ ഈ വിഷയം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മൾ കത്തായിട്ടും നേരിട്ട് പോയി കണ്ടും അവരെ കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാ സൈറ്റിലും ഇന്ന വിഷയങ്ങളാണ് നമ്മൾ അറിയിക്കുന്നത് പറഞ്ഞവരെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കലക്ടറെയും നമ്മൾ കൂട്ടിക്കൊണ്ടു ഈ സ്ഥലങ്ങളെല്ലാം കാണും. തീർച്ചയായും കളക്ടർ മുന്നിലാണ് നമ്മുടെ ഇനിയുള്ള പരിഹാരത്തിൻ്റെ നിർദ്ദേശം. AEO ഓഫീസ് മുതൽ പുഴ വരെയുള്ള ഭാഗങ്ങളിൽ ഇറിഗേഷൻ ഭൂമിയിലൂടെ വെള്ളമൊഴുകാനായി തോട് നിർമ്മിക്കുക എന്നതാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏറ്റവും ഉചിതമായ മാർഗമെന്നാണ് അഭിപ്രായം. കാലവർഷം ഇനിയും കനക്കാൻ പോകുകയാണ്. വീണ്ടും ഇവിടെ വെള്ളം കയറി ദുരിതത്തിലാകുമോ ഇവിടെയുള്ളവർ എന്ന ആശങ്കയിലാണ് സ്ഥാപനത്തിലുള്ളവരും വ്യാപാരികളും എല്ലാം തന്നെ. ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ ഈ ഒരു അവസ്ഥ ജില്ലാ കളക്ടറുടെ അടക്കം ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ക്യാമറ പേഴ്സൺ പ്രിൻസ് ജോർജിനോടൊപ്പം രശ്മിത, പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.